ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിൽ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ആദ്യത്തെ 2 ദിവസം ഇടാനുള്ള കണ്ടൻറ് എല്ലാം പോയി, ഗായ്സ് എല്ലാം പോയി. എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റ് ആയി പോയി കേട്ടോ. അത് റിക്കവർ ചെയ്താൽ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഗുരുവായൂർ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറയും, നോക്കണം കേട്ടോ. ഇനി ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇനി നമ്മുടെ കുഴപ്പം കൊണ്ടാണോ എന്നറിയുമ്പോൾ ഭയങ്കര ലുക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുവിധം ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോകാനാണ്. നമ്മൾ രാവിലെയാണ് കേട്ടോ. രാത്രി നമ്മൾ വന്നിട്ട് കുറച്ച് വൈകിട്ടാണ് വന്നത്. എന്നാലും വെളുപ്പിന് വേണ്ടി പോയി തൊഴായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. എന്താ ചെയ്യാൻ, എന്തായാലും അമ്പലത്തിൽ ഞങ്ങൾ രാവിലെ പോയി. എൻ്റെ കവള് വീർത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും തോന്നിട്ടോ. നീരൊന്നുമല്ല കേട്ടോ, വായിലൊരു മിഠായി കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന നാട്ടുകാരെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത മുഖങ്ങളല്ലേ. എന്തായാലും അവരൊന്ന് സന്തോഷമായി, നമ്മളൊന്ന് സന്തോഷമായി. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടന്നിട്ട് അമ്പലത്തിലോട്ട് പോകാനൊരുങ്ങിയതാണ് കേട്ടോ. അപ്പം വിചാരിച്ചു അവിടെ ഭയങ്കര തിരക്കാണെന്ന് ഒരാൾ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നാൽ കയറാം. കാരണം അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 12-12:30 ആവും ഇറങ്ങാൻ. അപ്പോൾ അതുവരെ നമുക്ക് ആ വിശപ്പ് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെന്തായാലും പോയിട്ട് വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി ഹോട്ടലിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കുക. ഹോട്ടലിൽ പോലുള്ള അവസ്ഥ അറിയില്ല. ജഗദീഷ് പറഞ്ഞ കണക്ക് നമ്മൾ സാധാരണ ഒരു തട്ടുകടയിൽ പോയാൽ നമ്മളും കൂടി ചെന്ന് പറയുമ്പോഴേ നമ്മളെ വിശപ്പിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് വരും. പക്ഷേ ഇങ്ങനെയുള്ള കടയിൽ പോയിട്ടുള്ള ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ 1 മണിക്കൂർ അവിടെ എത്തി നമ്മുടെ വിശപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് വരത്തുള്ളൂ കേട്ടോ. എൻ്റെ ഈ ഫുഡ് കടിപ്പുണ്ട്, നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. വിശന്ന് കുടൽ കത്തിയിരിക്കുന്ന സമയത്താണ് ഇച്ചിരി ഫുഡ് കിട്ടിയത്, നല്ല ചൂടോടെ കിട്ടിയതുകൊണ്ട് ഞാനത് നന്നായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ആകെ 2 ദോശ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബില്ലൊക്കെ കൊടുത്തിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. ആരെങ്കിലുമൊക്കെ കാണുന്ന 2 ലൈക്കൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇത് നമ്മളെ ദേവൂട്ടിയാണ് കേട്ടോ. ദേവൂട്ടിയെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുണ്ട് ഭയങ്കര മാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുളസിമാലയും ഒരു താമരപ്പൂവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് ചിലപ്പോൾ എൻ്റെ പൊന്നു ദൈവമേ 4 വശത്തും ഭയങ്കര തിരക്ക് കേട്ടോ. ക്യൂവിലൊക്കെ കയറാമെന്ന് വെച്ചിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ കുട്ടികൾ നിന്ന് ഡാൻസ് ഉണ്ട്, അവരുടെ അരങ്ങേറ്റായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിള്ളേരൊക്കെ നല്ല മേക്കപ്പ് ഇട്ട് അടിപൊളിയായിട്ട് ഒരുക്കി. ഞാൻ എന്തായാലും ഇടയിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ കയറി നിന്നുണ്ട് കൃഷ്ണനെ കണ്ട് തൊഴുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ണനെ കാണാതെ വരാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് വീണ്ടും ഞങ്ങൾ ഉച്ചയായി കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി എന്തായാലും ഇന്നിച്ചിരി നോൺ വെജ് കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അമ്പലം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനി നോൺ വെജ് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഹോട്ടലിൽ കയറി. പിള്ളേർ ബിരിയാണി കഴിച്ചു, ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. ചോറിന് നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തൊരു മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മീൻ കറി ഞാൻ എൻ്റെ ചേട്ടന് കൊടുത്തു, കാരണം ഞാൻ ആ ചൂര മീൻ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ വെജിറ്റേറിയനോട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ. അരിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു പോക്കാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴനിയും കാടാമ്പുഴയും ഗുരുവായൂരും മാത്രമേ പ്ലാൻ ചെയ്യുള്ളൂ. അതുവഴി പോയപ്പോൾ കാണാൻ ചേച്ചിമാർ കുറേ പേരും തൊഴിലുറപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് ഞാൻ കരുതിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലായിടും തൊഴിലുറപ്പുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് എവിടേക്കാണോ കയറാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നേരെ അതിരപ്പള്ളി പോകണമെന്ന് ചോദിച്ചിട്ടോ. അതിരപ്പള്ളിയിൽ നമ്മളിതുവരെ പോയിട്ടില്ല. എനിക്കും പോകാനും ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഈ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ നേരിട്ട് പോയില്ല. അവിടെ ചെന്നപ്പോൾ കാണാൻ കുറേ ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കൊന്നുമില്ല. എന്നാലും ഞാൻ വിചാരിച്ച ഏതാണ്ട് മലയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറി പോയാൽ കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാമെന്ന് പറയുന്നത്. പക്ഷേ ഒരു കയറ്റമുണ്ട് കേട്ടോ. ആ കയറ്റം കയറിയപ്പോൾ എനിക്ക് ഇത്തിരി കയറ്റം വലിക്കാൻ പാടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അതിനകത്തിടയിൽ കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരെയൊക്കെ കണ്ടും നമ്മളിങ്ങനെ നടന്നു പോയി. കുറച്ച് വെള്ളവും കുപ്പിയൊക്കെ വാങ്ങിച്ച് കൈ വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു വകയിലും ക്ഷീണമൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അതിരപ്പള്ളി പോയിട്ടുള്ളവരൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ചൂടായിരുന്നു. ചൂട് കൊണ്ട് മനുഷ്യൻ ചത്ത അവസ്ഥയിലായില്ല കേട്ടോ. എന്തായാലും എങ്ങനെയെങ്കിലും താഴെ എത്തി. പക്ഷേ പറയത്തക്ക വെള്ളമൊന്നും ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ വെള്ളച്ചാട്ടവും മുകളിൽ ഒരുപാട് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിള്ളേരൊക്കെ അവിടെ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ കുളിക്കുന്ന വെള്ളം ഒരിക്കലും ഒഴുക്കുവെള്ളം അല്ലായിരുന്നു കേട്ടോ. കുറച്ച് ഇങ്ങേ അറ്റത്തായതുകൊണ്ട് എല്ലാം കെട്ടിക്കിടക്കുന്ന വെള്ളം. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, പിള്ളേർക്ക് അതിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ട് ഞാൻ പിള്ളേരെ ഒന്നും ഇറക്കില്ല കേട്ടോ. പിള്ളേരെ ഇറക്കുന്നത് എങ്ങനെയാണ്, ആ വെള്ളത്തിൽ കിടന്നിട്ട് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ നമുക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ. അതുകൊണ്ട് ഞാൻ ഇറക്കില്ല. അതിൻ്റെ പിണക്കത്തിൽ 2 പേരും അവിടെ പോയി മാറി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ ഒരു പരിപാടി എൻ്റെ കെട്ടിയവനെ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. ആളെന്തായാലും പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു കേട്ടോ. നമുക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ, ഇതൊക്കെ അറിഞ്ഞ് വേണം ഹൈറ്റ് ഇല്ലാത്തവർ നിൽക്കാൻ കേട്ടോ. നീളം അത്യാവശ്യത്തിന് വേണമായിരുന്നു. എന്തായാലും എൻ്റെ ചേട്ടൻ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടിപൊളിയായിരുന്നു കാണാനൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ഈ അരുവിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അത് കാരണം പിള്ളേർ പോലും അടുത്തോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും അങ്ങനെ അതിരപ്പള്ളി എന്താണെന്ന് നമ്മൾ അറിഞ്ഞു, അതൊക്കെ കണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാനിങ് ആണ് കേട്ടോ. ഇനി ഈ വഴി പോയാൽ എങ്ങോട്ട് പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. നാരങ്ങ വെള്ളം കുടിക്കാൻ നമുക്ക് പിന്നെ ആ കയറ്റം അങ്ങോട്ട് മുകളിലോട്ട് പിടിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഈ വഴി വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടാകും.
ഇത് പാർട്ട് ഫസ്റ്റായിട്ട് കണക്കാക്കുക. സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരും വന്ന് നോക്കുക. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ പാർട്ട് 2 എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.